കുബേരൻ എന്ന പേര് ഏറെ സുപരിചിതമായിരിക്കുമല്ലോ. കുചേലന്റെ ദരിദ്രന്റെ വിപരീത പദമായി കുബേരൻ എന്ന പേര് ആ പദം നാം ഉപയോഗിക്കാറുണ്ട്. ധനാധിപൻ, ധനത്തെ വ്യാപിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആരാണ് കുബേരൻ? പുലസ്ത്യ മഹർഷിയുടെ മകനായ വിശ്രവസനും ഭരദ്വാജ മുനിയുടെ മകളായ ദേവവർണ്ണിനി എന്ന ഇളവിളയ്ക്കും ജനിച്ച പുത്രനാണ് കുബേരൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വൈശ്രവണൻ എന്നാകുന്നു. വൈശ്രവണൻ ഒരു യക്ഷനായിരുന്നു. വെറുമൊരു യക്ഷൻ എന്ന് പറയാനാവില്ല. എന്തെന്നാൽ ഇദ്ദേഹം യക്ഷപതിയായിരുന്നു, യക്ഷന്മാരുടെ രാജാവ്. കുബേരപുരാണം തീരുന്നില്ല. ബ്രഹ്മദേവൻ കുബേരനെ അഷ്ടദിക്പാലകരിൽ ഒരാളായി ചുമതലപ്പെടുത്തുകയും ലോകത്തിന്റെ ധനാധിപസ്ഥാനം നൽകുകയും ചെയ്തു. കൂടാതെ വിശേഷപ്പെട്ട പുഷ്പക വിമാനം ആദ്യമായി ബ്രഹ്മാവിനാൽ നൽകപ്പെടുന്നത് കുബേരനാണ്. രാമായണത്തിൽ രാവണന്റെ വാഹനമായി നിങ്ങൾ പുഷ്പക വിമാനത്തെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അതേ പുഷ്പക വിമാനത്തിന്റെ ആദ്യത്തെ സ്വന്തക്കാരനായിരുന്നു കുബേരൻ. അതുമാത്രമല്ല, ലങ്കാധിപതി രാവണന് മുമ്പ് ലങ്കാധിപതിയായിരുന്നതും കുബേരനായിരുന്നു. ഓ, ഈ കൈലാസ പുരാണത്തിൽ അപ്പോ ഈ കുബേരൻ എന്ത് കാര്യമെന്നാവുമല്ലേ? പറയാം. അത് രാമായണത്തിൽ വരുന്ന ഒരു കഥയാണ്. അസുരദ്വീപായിരുന്നു ലങ്ക. പാതാളം പോലെ ഭൂമിയിൽ അവർക്കൊരിടമുണ്ടായി. എന്നാൽ കാലക്രമേണ അവർ ആ ദ്വീപ് ഉപേക്ഷിച്ചു. അതിശക്തരെങ്കിലും അസുരന്മാർ പലപാടും പിരിഞ്ഞ് ഒറ്റയായും കൂട്ടമായും അലഞ്ഞു. ആ കൂട്ടത്തിലായി ഭാരതഖണ്ഡത്തിൽ സുമാലി എന്ന ശക്തനായ ഒരു അസുരനും കൈകസി എന്നു പേരായ ഇളയ മകളും ഉണ്ടായിരുന്നു. ധാരാളം മക്കളുണ്ടായിരുന്നു സുമാലിക്ക്. അവരൊക്കെ അവരുടെ പാട് നോക്കാറായി. അവിവാഹിതയും വാത്സല്യനിധിയുമായ കൈകസി മാത്രം അവസാനം അച്ഛനൊപ്പം ശേഷിച്ചു. മകൾക്ക് കേമനായ അതിശക്തനായ ഒരു ഭർത്താവും ശക്തരിൽ ശക്തരായ മക്കളും ഉണ്ടാവണമെന്നായിരുന്നു സുമാലിയുടെ ആഗ്രഹം, കൈകസിയുടെയും. എന്നാൽ ശക്തരെന്ന് ധരിക്കുന്ന ക്ഷത്രിയരിൽ പോലും തന്നോട് കിടപിടിക്കാൻ തക്ക ശക്തിയുള്ള ഒരാളെപ്പോലും അസുരവീരൻ സുമാലിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോടെ അവർ കാട്ടിൽ അലയുന്ന കാലം. ആ കാട്ടിലായിരുന്നു വിശ്രവസ മഹർഷിയുടെ ആശ്രമം. ഒരിക്കൽ അവിടെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കവേ സുമാലിയും കൈകസിയും ഒരു കാഴ്ച കണ്ടു. ആകാശത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വിമാനം പറക്കുന്നു. അതിൽ അതിപ്രതാപിയായി കുബേരൻ ഇരിക്കുന്നു. ആ കാഴ്ച അവരെ വളരെയധികം ആകർഷിച്ചു. കുബേരൻ തന്റെ പിതാവിനെ കാണാനായി ആശ്രമത്തിലേക്ക് വന്നതായിരുന്നു. കുബേരനെ കുറിച്ചെല്ലാം സുമാലി മകൾക്ക് പറഞ്ഞുകൊടുത്തു. എന്നാൽ അതുപോലെ കേമന്മാരായ സന്തതികൾ വേണമെന്നായി കൈകസി. അതിന് വിശ്രവസ് തന്നെ വിചാരിക്കണമല്ലോ. സുമാലി മകളെ ആശ്രമത്തിലേക്ക് നയത്തിൽ പറഞ്ഞയച്ചു. കൈകസിയും അവിടെ ചെന്ന് ഭക്തിപ്രേമാദികളോടെ വിശ്രവസിനെ ശുശ്രൂഷിച്ചുകൊണ്ടുകൂടി. കൈകസിയിൽ വിശ്രവസിനും താല്പര്യമുണ്ടായതിനാൽ അവളെ അദ്ദേഹം പത്നിയായി സ്വീകരിച്ചു. ആ ദാമ്പത്യത്തിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നീ മക്കളും ശൂർപ്പണഖ എന്ന മകളുമുണ്ടായി. അവർ രാക്ഷസരായി തന്നെ വളർന്നു. എങ്കിലും വിഭീഷണൻ മാത്രം വഴിമാറി അച്ഛൻ വിശ്രവസിനെ പോലെ സാത്വികനായിരുന്നു. മുത്തച്ഛന്റെയും അമ്മയുടെയും നിർദ്ദേശപ്രകാരം അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ നേടിയെടുത്ത് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു. ജ്യേഷ്ഠൻ വൈശ്രവണന്റെ ഉഗ്രപ്രതാപ ജീവിതം രാവണനിൽ അസൂയ ജനിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ വരങ്ങൾ നേടിയ രാവണൻ കുബേരനെ സമീപിച്ച് കുബേരൻ കനകമയമായി മാറ്റിയെടുത്ത ലങ്കാ നഗരം അസുരവംശജരായ തങ്ങൾക്ക് തിരികെ തരണമെന്നും ഒപ്പം പുഷ്പക വിമാനവും ആവശ്യപ്പെട്ടു. എങ്ങനെ കൊടുക്കാതിരിക്കും? അത്രമാത്രം ശക്തനായിരുന്നല്ലോ രാവണൻ. വിശ്രവസും അത് അനുജന് നൽകാനാണ് കുബേരനെ ഉപദേശിച്ചത്. രാവണന്റെ ഭീഷണമായ ഭാഷയ്ക്കൊപ്പം പിതാവിന്റെ സ്നേഹത്തോടെയുള്ള ഉപദേശം കൂടിയായപ്പോൾ കുബേരനും യക്ഷന്മാരും ലങ്കാനഗരം ഉപേക്ഷിച്ചു. ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു യക്ഷനഗരം സ്ഥാപിക്കണമെന്നായിരുന്നു കുബേരന്റെ മോഹം. ലങ്കാനഗരവും സർവസമ്പത്തും പുഷ്പക വിമാനവുമെല്ലാം സഹോദരങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്ന കുബേരൻ തന്റെ ഐശ്വര്യം തിരിച്ചുപിടിക്കുന്നതിനായി സരസ്വതീ നദിയുടെ തീരത്തു വച്ച് ഒരു മഹായാഗം നടത്തി. അന്ന് തന്റെ ഐശ്വര്യം വീണ്ടെടുക്കാൻ കുബേരൻ നടത്തിയ യാഗമാണത്രേ മഹാകുബേരയാഗം. ഏതായാലും യാഗത്തിനുദ്ദേശിച്ച ഫലം ലഭിക്കുക തന്നെ ചെയ്തു. ലങ്കയും സമ്പത്തും പുഷ്പക വിമാനവും നഷ്ടപ്പെട്ടാൽ എന്ത്? അദ്ദേഹത്തിന് ശിവന്റെ അനുഗ്രഹത്താൽ
പഴയ പദവികളും ലോകത്തിലെ ധനത്തിന്റെ അധിപതി സ്ഥാനവും തിരികെ ലഭിച്ചു. മാത്രമല്ല, ലങ്കയേക്കാൾ മനോഹരമായ ഒരു നഗരം തന്നെ സ്ഥാപിക്കാനും കുബേരനായി. അതും എവിടെയെന്നോ? സ്വർഗതുല്യമായ കൈലാസത്തിന്റെ താഴ്വരയിൽ. ശിവനാണ് അതിന് നിർദ്ദേശം നൽകിയത്. ശിവന്റെ ദൃഷ്ടിപഥത്തിലായി അങ്ങനെ പുതിയൊരു യക്ഷനഗരം സ്ഥാപിക്കപ്പെട്ടു. അത് കുബേരന് നഷ്ടപ്പെട്ട ലങ്കയേക്കാൾ പല മടങ്ങ് ഗംഭീരമായിരുന്നു. ദേവനഗരമായ അമരാവതിയോട് കിടപിടിക്കുന്ന സുഖവും സൗന്ദര്യവുമുള്ള മറ്റൊരു സ്വർണ നഗരം. അതുകൊണ്ട് തന്നെ യക്ഷന്മാരുടെ ആ നഗരം അളകാപുരി എന്നറിയപ്പെട്ടു. അളക എന്നാൽ കമനീയമായതെന്നാണ് അർത്ഥം. അളകാപുരി എന്നാൽ കമനീയമായ നഗരമെന്നും. മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായി ഇന്നും കൈലാസത്തിന്റെ താഴ്വരയിൽ അളകാപുരി എന്ന യക്ഷനഗരമുണ്ടെന്നാണ് വിശ്വാസം.